നമസ്കാരം. സ്റ്റെതസ്കോപ്പിലേക്ക് വീണ്ടും സ്വാഗതം. പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാൽമുട്ടിലെ വേദന. നടക്കുമ്പോഴും എഴുന്നേൽക്കാനുമൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റുണ്ട്, സർജറികളുണ്ട്, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. റോബോട്ടിക് സർജറിയെക്കുറിച്ചാണ് ഇന്ന് സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത്. റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് സർജറിയെക്കുറിച്ച് ഒരിക്കൽ കൂടി സ്വാഗതം. റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് സർജറിയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഫൈസൽ എം ഇക്ബാലാണ്. അദ്ദേഹം കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സ്പൈൻ സർജനാണ്. വെൽക്കം സർ. നമസ്കാരം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ കാൽമുട്ട് വേദന എല്ലാവർക്കും ഉണ്ട്. പ്രായമായവരിലും ചെറുപ്പക്കാരിലും എല്ലാവരും വരുന്നുണ്ട്. അതിന് ഒരുപാട് ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശസ്ത്രക്രിയയും റോബോട്ടിക് സർജറിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ TKR ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോമൺ വാക്കാണ്, എല്ലാവർക്കും അറിയാം, പലയിടത്തും ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈൻ റിഫൈൻമെൻറ്റ്, അതായത് അതിൻ്റെ ഒരു അടുത്ത പടിയിലോട്ട് വരുമ്പോഴാണ് ഈ റോബോട്ടിക്കിൻ്റെ ഉപയോഗത നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നത്. എന്തിനാണ് അതെന്ന് ചോദിച്ചപ്പം അതിൻ്റെ ഒരു ഫൈൻ റിഫൈൻമെൻറ്റ്, അതായത് നമ്മളതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസങ്ങൾ വരുമായിരുന്നു. മാനുഷികമായൊരു ഡോക്ടറുടെ തീരുമാനം വെച്ചിട്ടാണ് അത് ചെയ്തിരുന്നത്. അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു നൂതനമായ ഒരു ടെക്നോളജി, റോബോട്ടിക് ആം കൊണ്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ കട്ടിങ്സ്, നമ്മുടെ ഹാൻഡ് കൊണ്ടിന് പകരം റോബോട്ടിക് ആം തരുന്ന പ്രിസൈസ് ആയിട്ടുള്ള കട്ടിങ്സ്, അലൈൻമെൻറ്റ്, ഇതൊക്കെ അതിനകത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു ഒരു ടെക്നോളജിയാണ്. അപ്പോൾ നോർമലി സാധാരണ ആളുകളുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോബോട്ട് ചെയ്യുന്നു, ഡോക്ടറും ഉണ്ട്. അപ്പോൾ റോബോട്ടിൻ്റെയും ഡോക്ടറുടെയും റോൾ എന്താണ്? അത് ഒരു തമാശ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ റോബോട്ടിക് ചെയ്യുന്നതിൻ്റെ ഉമ്മാനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ റൗണ്ട്സിന് പോയപ്പോൾ പറഞ്ഞു, ഉമ്മ റോബോട്ട് വെച്ചാണ്. അല്ലാ മോനെ, റോബോട്ടിനെ കൊണ്ട് ചെയ്യിക്കല്ലേ, ഡോക്ടർ തന്നെ ചെയ്യണം. അപ്പോൾ ആൾക്കാരുടെ ഒരു സോഫിയ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്, റോബോട്ടാണ് ഇത് ചെയ്യുന്നത്, വേറെന്തോ മെഷീനാണ്. അല്ല, റോബോട്ട് എന്ന് പറയുമ്പോൾ ആ റോബോട്ടിക് ആം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കട്ടിങ് ഒരു ഹാൻഡായിട്ട് റോബോട്ടിൻ്റെ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. ബാക്കി അതിൻ്റെ സെറ്റിങ്സ്, അലൈൻമെൻറ്റ് സെറ്റിംഗ് എല്ലാം നമ്മൾ ഡോക്ടർ ടീമാണ് നമ്മൾ നിയന്ത്രിക്കുക. അത് ഹെൽപ്പ് ചെയ്യാൻ റോബോട്ട് സഹായിക്കും എന്നുള്ളൂ. വൺസ് അലൈൻമെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടിങ് നടത്തുന്നത് റോബോട്ടിക് ആം വെച്ചാണ്, പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്ന ഡോക്ടറാണ്. പലതരത്തിലുള്ള റോബോട്ടുകളുണ്ട്. ചിലത് സോ വെച്ച് കട്ട് ചെയ്യുന്ന റോബോട്ടിക് ആമുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 3rd ജനറേഷൻ റോബോട്ടിൻ്റെ ആകുമ്പോൾ ബറിങ് ആണ്, ഫൈൻ ബറാണ്. പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്ന ആം ഡോക്ടറുടെ കയ്യിലായിരിക്കും. എൻ്റെ ഹാപ്റ്റിക് സോൺ എപ്പോഴും ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമുക്ക് മാൻമെയ്ഡ് എററുകൾ, കൈകൊണ്ട് സ്ലിപ്പാകുന്ന കട്ടുകൾ ഉണ്ടാവില്ല. അത് കൃത്യത ആ ഒരു ഹാപ്റ്റിക് സോൺ കഴിഞ്ഞാൽ അത് കട്ടയാവില്ല. കട്ട് ചെയ്യേണ്ടാത്ത ഭാഗത്തോട്ട് ഈ ബർ വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ള നമ്മുടെ കൈപ്പിഴകൾ, എററുകൾ ഇതിനകത്ത് എറർ ഫ്രീ 99% അല്ലെങ്കിൽ 99.9% പ്രിസിഷനോടുകൂടി നമുക്ക് ബോൺ കട്ടിങ്ങുകൾ വരും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം. ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഏത് രോഗികളിലാണ് റോബോട്ടിക് സർജറി ചെയ്യുന്നത്? ഇപ്പോൾ പലതരത്തിൽ സ്റ്റേജിങ് ഉണ്ടല്ലോ, ഏത് തരത്തിൽ? പലരും റോബോട്ടിക് നീ വേണം എന്ന് പറഞ്ഞാണ് വരാറ്. അതിനെപ്പറ്റി അവയർനെസ് കൂടുമ്പോൾ തന്നെ ഡോക്ടർ റോബോട്ടിക് TKR മതി. പക്ഷെ അത് എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും ഡിഫോംഡ് ആയിട്ടുള്ള നീ, അതായത് കൂടുതൽ വളവുകളുള്ള കാലിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡോക്ടേഴ്സിന് ഉപകാരപ്പെടുക. എല്ലാ മുട്ടിനും ചെയ്യാം, ഇറസ്പെക്റ്റീവ് നോർമൽ അധികം വളവില്ലാത്ത കാലുകൾക്കോ ഇൻസ്റ്റബിലിറ്റി ഇല്ലാത്ത കാലം എല്ലാത്തിനും റോബോട്ട് യൂസ് ചെയ്താൽ നമ്മൾ ഈ പ്രിസിഷൻ എല്ലാത്തിനും കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വളരെ പ്രായം ചെന്ന ഉമ്മമാർ, വളരെയധികം വളവുകൾ, എക്സ്ട്രീം ഡിഫോമിറ്റീസിൽ കറക്റ്റ് ചെയ്യാൻ റോബോട്ട് നമുക്ക് തരുന്ന ഒരു അലൈൻമെൻറ്റ് മോഡിഫിക്കേഷൻ വേറൊന്നിനും കിട്ടില്ല. അപ്പം കൂടുതൽ നമ്മൾ പ്രായം ചെന്നവരോടാണ് പറയൽ, നല്ല വളവുണ്ട്, റോബോട്ടിൻ്റെ സഹായമുണ്ട്, ഞങ്ങൾക്കത് ഗുണമായിരിക്കും, നിങ്ങൾക്കും അത് ഉപയോഗപ്പെടും. അപ്പം മിക്കവാറും അല്ലാത്തവരും റോബോട്ടിക് നീ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുറിയുടെ അളവുകൾ ചെറുതാണ്. നമ്മൾ അതിനകത്തുണ്ടാകുന്ന കട്ട്സുകൾ, അതായത് ലിഗമെൻറ്റ് റിലീസുകളുടെ ആവശ്യമേ ഇല്ല. മറ്റ് കുറേ ലിഗമെൻറ്റുകളൊക്കെ കട്ട് ചെയ്ത് നീക്കം ചെയ്താലേ നമുക്ക് കറക്ഷൻ കിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് ഇംപ്ലാന്റിൽ, അതായത് ഇപ്പോൾ മുട്ടിതാണെങ്കിൽ മുട്ടിനകത്തിടുന്ന ഇംപ്ലാന്റാണ് ഇത്. ഇതിനകത്ത് കറുത്ത് കാണുന്ന ഫീമറിൻ്റെ ഇംപ്ലാന്റും താഴെ ഈ ഇംപ്ലാന്റിൻ്റെ പൊസിഷൻ നമുക്ക് റോബോട്ട് ഓൾട്ടർ ചെയ്ത് തരും. അതിനകത്ത് ഫ്ലെക്ഷൻ കൂട്ടിത്തരാം, അല്ല അങ്ങോട്ട് വാൽഗസ്, വാരസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻറ്റിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഒരു റേഞ്ച് വെച്ചിട്ട് മാറ്റാൻ പറ്റും. ആ മാറ്റുന്ന റേഞ്ചിലോട്ടാണ് പിന്നെ നമ്മൾ റോബോട്ടിക് ആം വെച്ചിട്ട് ഈ കട്ട്സുകൾ എടുക്കുന്നത്. പക്ഷേ നോർമലൊരു നമ്മൾ കൺവെൻഷണൽ TKRൽ നമുക്ക് അതിനെ ഉപയോഗിക്കുന്ന ജിഗുകളുണ്ട്. ആയിരക്കണക്കിന് രോഗികൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ ജിഗ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് ആംഗിൾസാണ്.
3 ഡിഗ്രി അല്ലെ 7 ഡിഗ്രി അല്ലെ 5 ഡിഗ്രി, ഈ ഡിഗ്രി വെച്ച് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഇറസ്പെക്റ്റീവ്. അപ്പോൾ ആ കട്ട് വരുമ്പോൾ എല്ലാവർക്കും അത് സൂട്ടാകണമെന്നില്ല. പക്ഷേ റോബോട്ട് ആകുമ്പോൾ ഓരോരുത്തരുടെ അലൈൻമെൻറ്റ് ഓപ്പറേഷൻ മുമ്പ് തന്നെ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. സ്കാനോഗ്രാം വെച്ച് ആ കറക്റ്റ് അലൈൻമെൻറ്റിലോട്ട് റോബോട്ട് നമുക്ക് കട്ട് ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ സോഫിയയുടെ മുട്ടൻ്റെ അലൈൻമെൻറ്റ് ആവില്ല നിങ്ങളുടെ സിസ്റ്ററിൻ്റെ അല്ലെ ഉമ്മാൻ്റെ. സോ ഓരോരുത്തർക്കും ഓരോ ജനറ്റിക് കോൺഫിഗറേഷൻ ഉണ്ട്. അത് നമുക്ക് റോബോട്ട് ഓപ്പറേഷൻ മുമ്പ് തന്നെ നമുക്ക് തീരുമാനിക്കാനും പറ്റും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം. ഇപ്പോൾ സാധാരണ രീതിയിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഉണ്ട്, പാർഷ്യലായിട്ട് ചെയ്യാൻ പറ്റും റോബോട്ടിക്കിൽ എങ്ങനെ? വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ്. അത് പാർഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഒന്നാമത് നമ്മളൊരു മൊബിലിറ്റി തടിയൊക്കെ ആൾക്കാർ 40 വയസ്സിൽ തന്നെ മുട്ട് തേയ്മാനം തുടങ്ങുന്നു. 45 വയസ്സാകുമ്പോൾ ഓൾമോസ്റ്റ് അത് ഒരു സൈഡ് തേഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിപ്പം നമ്മൾ പറയാം 45 വയസ്സിൽ ഓപ്പറേഷൻ ചെയ്യാറായിട്ടില്ല, 50 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം. 50 വയസ്സാകുമ്പോൾ ഫുൾ ഭാവം പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മുട്ട് തേയ്മാനത്തിൻ്റെ ഉൾഭാഗം നമുക്ക് പാർഷ്യലി മാറ്റാം. യൂണിക്കോണ്ടലറിനി പണ്ടേ അതുണ്ട്, ബട്ട് ഇപ്പം നൗ ഇറ്റ്സ് സ്പീക്കിംഗ് അപ്പ് വെരി വെൽ. കാരണം ആ തേയ്മാനത്തിൻ്റെ ഉൾഭാഗം മാത്രം നമ്മൾ ആദ്യം മാറ്റിയാൽ പിന്നെ ആ തേയ്മാനം പ്രോഗ്രസ് ചെയ്യുന്നില്ല. പിന്നെ 70 വയസ്സ് വരെ അത് കിടക്കും. അത് അടുത്ത ഒരു 5 വർഷം കൊണ്ട് മറ്റേ ഭാഗവും തേയ്മാനം വന്ന് മുഴുവൻ മാറ്റാൻ വെയിറ്റ് ചെയ്യാണ്ട് ഏത് ഭാഗത്താണോ തേയ്മാനം വന്ന് പ്രൊവൈഡഡ് ആ മുട്ടിനുള്ളിലെ ലിഗമെൻറ്റ്സ് ACL അതൊക്കെ നോർമൽ ആണെങ്കിൽ, അതായത് ഒരു യങ്ങർ ഏജിൽ അതൊക്കെ നോർമലായിരിക്കും. ബിറ്റ്വീൻ 45 to 50 അല്ലെ 50 to 55 ഇയേഴ്സിനുള്ളിൽ അത് നോർമലായിരിക്കും. അങ്ങനെയുള്ളവരിൽ പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ് ഇസ് വെരി ഗുഡ്. അത് റോബോട്ടിക് ആകുമ്പോൾ വളരെ ചെറിയ മുറി, ഇത്രേ ഉണ്ടാവുള്ളൂ മുറി. പണ്ട് ഞങ്ങളാണ് അത് ആദ്യം കേരളത്തിൽ ഡേ കെയർ ആയിട്ട് ചെയ്ത്. രാവിലെ വന്ന പേഷ്യൻ്റ് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത്. ഒരു അറബിയായിരുന്നു, ദൂരെ പോയില്ല, പുറത്തുള്ള ഹോട്ടലിൽ അവർ താമസിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡേ കെയർ ആയിട്ട് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് യൂണിക്കോണ്ടലാറിനി. അപ്പോൾ അത് റോബോട്ടിൻ്റെ സഹായത്തോടുകൂടി ഈ കള്ളി മാത്രം ഇന്നർ സൈഡ് മീഡിയൽ കോണ്ടലാർ യൂണിക്കോണ്ടലാർ നീ റീപ്ലേസ്മെൻറ്റ് അതും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർജറിയിലല്ലാതെ ഇപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് പറയുമ്പോൾ PRP ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ PRP ഫെയിലർ ആവണ ഏത് ഘട്ടത്തിലാണോ നിങ്ങൾ സർജറിയിലേക്ക് പോകുന്നത്? PRP നമുക്കൊരു ഗ്രേഡിങ് ഓഫ് നീ ഉണ്ട്. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഗ്രേഡ് 1 to 5. അപ്പം ഗ്രേഡ് 3 വരെ എന്ന് പറഞ്ഞാൽ തിന്നിങ് നമുക്ക് ഒരു മോഡറേറ്റ്, അതായത് 50% തിന്നിങ് ഉള്ളെങ്കിൽ PRP നമുക്ക് കൊടുക്കാം. പിന്നെ ഇപ്പോഴത്തെ ഒരു ദൗർഭാഗ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ PRP ഇറസ്പെക്റ്റീവ് ഓഫ് എല്ലാ ഗ്രേഡിലും പല സെൻറ്റേഴ്സിലും അതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഫൈനൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു MRI എങ്കിലും എടുത്ത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർത്തോപെഡിക് അല്ലെങ്കിൽ അതിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ള ആൾക്കാർ MRI അതിനകത്ത് ഒരു വാഷറിൻ്റെ ഗേറിൽ വരാൻ പാടില്ല, ACL ഇൻടാക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ നോർമൽ അല്ലേ, വെറുതെ ഒരു PRP കൊണ്ട് താൽക്കാലികമായ റിസൾട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അവരവർ പറയണ എല്ലാ 3 മാസവും PRP എടുക്കുക. നോ, ഇറ്റ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. PRP എന്ന് പറഞ്ഞാൽ ആക്ച്വലി വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ ഒരു 6 months ഒരിക്കൽ മാത്രം തേയ്മാനം നമ്മളൊരു കുറച്ച് നാൾ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് മറ്റ് കമ്പോണൻസ് എല്ലാം നോർമലായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അതും നമ്മളിപ്പോൾ ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണ്. MRI എടുത്ത് വാഷറിന് കയറലൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ആ വാഷർ കയറൽ റിപ്പയർ ചെയ്തതിൻ്റെ കൂടെയാണ് നമ്മൾ PRP കൊടുക്കുക. ദെൻ ദ റിസൾട്ട് വിൽ ബി മോർ ലാസ്റ്റിംഗ്. അല്ലാണ്ട് നമ്മളൊരു PRP കൊണ്ട് തേയ്മാനം മാറ്റാമെന്ന് പറയുന്നത് ഒരു കുറച്ചൊരു ഓവർക്കില്ലാണ്. ഇപ്പോൾ നമ്മൾ സർജറിയിലേക്ക് തന്നെ വന്നാൽ ഇംപ്ലാന്റിന് വലിയൊരു റോളുണ്ട്, അതിൻ്റെ മെറ്റീരിയൽ കോമ്പണൻറ്റ്. അത് എങ്ങനെയാണ് റോബോട്ടിക് സർജറിയിൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഓരോ റോബോട്ടും ഓരോ കമ്പനികളുടെ ആണ്, മനസ്സിലായില്ലേ. ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്ന കോറി എന്ന് പറയുന്ന 3rd generation റോബോട്ടിന് അതിനകത്ത് യൂസ് ചെയ്യുന്ന ടൈറ്റാനിയമാണ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ബോണുമായിട്ട് ഇൻ്റഗ്രേറ്റ്, അതായത് ബോണിൻ്റെ അതേ ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ടൈറ്റാനിയം. അതായത് ബോണിൻ്റെ ഉള്ളിലോട്ട് തെങ്ങിപ്പോകുന്നില്ല, ബോണുമായിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തോളും. അപ്പോൾ ആ ഒരു ഇംപ്ലാന്റാണ് നമ്മൾ മിംസിൽ ഇപ്പോൾ കോട്ടക്കിലും യൂസ് ചെയ്യുന്നത്. പിന്നെ അലോയ്സ് ഉണ്ട്, അത് മോശമെന്നല്ല പറയണത്, കുറച്ചുകൂടെ കട്ടി കൂടിയ ഇംപ്ലാന്റ്സ് ആണ്. അപ്പോൾ ചിലപ്പം ബോൺ ഡെൻസിറ്റി കുറവുള്ള പേഷ്യൻറ്റിൽ അത് ചിലപ്പം ലൂസനിങ് വരാം, ഒരു സൈഡിലോട്ട് സിങ്ക് ചെയ്യുക. അപ്പം ഏറ്റവും നല്ല ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം ആണ്. എന്ന് വെച്ചാൽ മറ്റത് മോശമല്ല, അത്യാവശ്യം ബലമുള്ള എല്ലുകളിലാണെങ്കിൽ ഏത് ഇംപ്ലാന്റ് വേണം യൂസ് ചെയ്യാം. അപ്പം ഈ റോബോട്ട് യൂസ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഇംപ്ലാന്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതുള്ള നമ്മൾ റോബോട്ട് യൂസ് ചെയ്യാത്ത കേസുകൾക്ക് എല്ലാം നോർമലായിട്ടുള്ള അലോയ്സും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ചിലർക്ക് അലോയ്സ് അലർജി ഉണ്ടാവും, നിക്കൽ അലർജി ഉണ്ടാവും. ഈ കോബോൾട്ട്, ക്രോം, നിക്കൽ എന്ന് പറഞ്ഞൊരു അലോയ് ആണ് ഈ മറ്റുള്ള ഇംപ്ലാന്റ്സ്. അത് അലർജി ഉള്ളവർക്ക് നമ്മൾ എന്തായാലും ടൈറ്റാനിയം യൂസ് ചെയ്യണം. അപ്പോൾ അതോടൊന്നും പോയി സെറാമിക് വന്നുകൂടെ, സെറാമിക് നീ, അതായത് നമ്മൾ ടോട്ടൽ പേഷ്യൻ്റ് കസ്റ്റം മെയ്ഡ് സെറാമിക് നീസ് ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ സാറേ ഇതിൻ്റെ ഇടയിൽ അലർജിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പ്രധാന റോളാണ്.
നീ റീപ്ലേസ്മെന്റ് സർജറി പറയുമ്പോൾ ഏറ്റവും പേടിക്കേണ്ടതും ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം നമുക്ക് അത് കുറയ്ക്കാൻ പറ്റും റോബോട്ടിക്കിൽ വരുന്ന സമയത്ത്? റോബോട്ടിക്കിൽ പലരും പറയും റോബോട്ടിക് സർജറിക്ക് കുറേ സമയം എടുക്കും. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ലേണിംഗ് കർവ് ഉണ്ട്. ഡോക്ടേഴ്സിന് ട്രെയിനിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള ലേണിംഗ് കർവ്. ആദ്യത്തെ ഒരു 10 മാക്സിമം 20 കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂഷ്വലി 1 മണിക്കൂറാണ് നോർമലി ഒരു നല്ലൊരു സർജൻ എടുക്കുന്ന സമയം. വി ഫിനിഷ് അവർ ടോട്ടലി റോബോട്ടിക് നീ ഇൻ 45 മിനിറ്റ്സ്. പിന്നെ ക്ലോസ് ചെയ്യുന്ന ടൈമേ ഉള്ളൂ. ഒരു 1 അവറിനുള്ളിൽ റോബോട്ടിക് നീയും കഴിയുന്നുണ്ട്. 1.5 അവേഴ്സിൽ കൂടുതലുള്ള സമയം കൂടുതൽ നീണ്ടു പോയാൽ ഇൻഫെക്ഷൻ ചാൻസ് കൂടാം എന്നൊരു പഠനം തെളിയിക്കുന്നുണ്ട്. എന്ന് വെച്ചത് ഇൻഫെക്ഷൻ വരണമെന്നില്ല. മെയിൻലി ആ രോഗിയുടെ ബോഡീനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബോഡിയിൽ യൂറിൻ ഇൻഫെക്ഷൻ ഇല്ല, ENT ഇൻഫെക്ഷൻസ് ഇല്ല, പല്ലിൽ കേടില്ല, മൂക്കിൽ അണുബാധയില്ല. ഇതൊക്കെ നമ്മൾ സർജറിക്ക് മുമ്പ് തന്നെ സ്ക്രീൻ ചെയ്യും. ഇൻ കേസ് അതുണ്ടെങ്കിൽ അത് നമ്മളത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ രോഗിയോട് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. സർജറി കഴിഞ്ഞും ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസുകൾ അവോയ്ഡ് ചെയ്യുക. അതായത് കുറേ ആൾക്കാർ വിസിറ്റേഴ്സ് വരാണ്ടിരിക്കുക. ആദ്യത്തെ ഒരു 6 ആഴ്ചയാണ് പ്രൈമറി ഇൻഫെക്ഷൻ്റെ ഒരു കാലഘട്ടം. ആ സമയം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ യൂഷ്വലി 100% സക്സസ് ഉള്ള ഒരു സർജറികളിൽ ഒന്നാണ് നീ റീപ്ലേസ്മെന്റ്. ഇൻഫെക്ഷൻ വന്ന 100% ഫെയിലിയർ ആണ്. അത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കുക. ചെയ്യുന്ന സെൻറ്റേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. മനസ്സിലായത്? തിയേറ്ററിന് അതിനകത്ത് സ്പെസിഫിക്കേഷൻസ് വേണം, നിർബന്ധമുണ്ട്. ലാമിനാർ ഫ്ലോ ഇത്ര മിനിറ്റിൽ ഇത്ര എയർ ഫ്ലോ വേണം. യൂസ് ചെയ്യുന്ന സർജൻസിൻ്റെ കോഡ്, ഡ്രസ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും ഇല്ലാണ്ടും കുഴപ്പമില്ലാണ്ട് പോകുന്ന സർജറിയും സെൻറ്റേഴ്സും സ്ഥലങ്ങളും ഉണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ എല്ലായിടത്തും ഇത് ഉണ്ടാവണമെന്നില്ല. ബട്ട് ഐഡിയലി വേൾഡ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ റേറ്റ് ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ വേൾഡ് സ്റ്റാൻഡേർഡുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. അത് 1% താഴെയാണ് ഞങ്ങളുടെ ഇൻഫെക്ഷൻ. 100 ചെയ്താൽ പോലും ഒരെണ്ണം ഇൻഫെക്റ്റഡ് ആകുന്നില്ല. ടച്ച് വുഡ്, അതങ്ങനെ തന്നെ ആവട്ടെ. മറ്റൊന്ന് ഒപ്പം തന്നെ നമുക്ക് ചോദിക്കാനുള്ള, ആളുകൾക്ക് എപ്പോഴും ഈ ബ്ലഡ് ലോസിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആണ്. ബ്ലഡ് ലോസിൻ്റെ അളവ് വളരെ കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ റോബോട്ടിക് സർജറിയിൽ? അതും ഇത് പറഞ്ഞ ഇതെല്ലാം ആ ഡിസെക്ഷൻ്റെ ഇതാണ്. നമ്മൾ കൂടുതൽ മുറിവുകൾ ഉണ്ടാകുന്നില്ല, കൂടുതൽ ലിഗമെൻറ്റ് റിലീസ് വരുന്നില്ല. ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ ടൂണിക്ക എന്ന് പറഞ്ഞ ഒരു ഘടകം ഘടിപ്പിച്ചിട്ട് ബ്ലഡ് ലോസ് കാലിലോട്ട് ടെമ്പറലി ബ്ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം 40 മിനിറ്റ് കൂടുതൽ സർജറിക്ക് വേണ്ടി വരുന്നില്ല. പക്ഷേ ഇത് റിലീസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ബ്ലഡ് ഫ്ലോ ആണ് ഉണ്ടാകുന്നത്. അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഓപ്പറേഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെ ഭാഗങ്ങൾ മുറിച്ചു, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു മുറിവിൻ്റെ അംശം ഡെഫിനറ്റ്ലി റോബോട്ടിക് കുറവാണ്. റിലീസ് എന്ന് പറയും, ലിഗമെൻറ്റ് റിലീസുകൾ വളരെ കുറവാണ്. ബോൺ കട്ടുകൾ ബെറിങ് ആണ്, കട്ടിങ് അല്ല. ബെറി ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോണിനെ നമ്മൾ ഇങ്ങനെ ഒരതിയാണിത്. അപ്പോൾ ഒരതുമ്പോൾ അതിനകത്ത് ബോണിൽ നിന്നുള്ള ബ്ലീഡിങ് കുറയുന്നു. നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഹോൾസ് ഇടുന്നില്ല. ഫെമറൽ കനാൽ എന്ന് പറഞ്ഞപ്പോൾ റോബോട്ടിക് സർജറി അല്ലാത്ത സർജറി നമ്മൾ ഫീമറിനുള്ളിലോട്ടൊരു ഈ എല്ലിനുള്ളിലോട്ടൊരു ദ്വാരം ഇട്ടിട്ട് ഈ ബോണിനുള്ളിൽ റോഡൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ ബ്ലീഡിങ് വരാം. ഇതൊന്നും റോബോട്ടിക്കിലില്ല. റോഡ് ഇടുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം ബറിങ് ആണ്. ലിഗമെൻറ്റുകൾ അനാവശ്യമായിട്ട് റിലീസ് വേണ്ട. അപ്പോൾ ഇതെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ യൂഷ്വലി സാധാരണ ഓപ്പറേഷനിൽ പണ്ടൊക്കെ നമ്മൾ ഡ്രെയിൻ ഇടുമായിരുന്നു, ബ്ലഡ് വന്നാൽ കളക്ട് ചെയ്യാതിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം പോലും ഇല്ലാണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ വൂണ്ട് ക്ലോഷർ ടെക്നിക്സ് വ്യത്യാസം വന്നു, സെക്ഷൻ ഡ്രസ്സിങ്സ് വന്നു. ഇതൊക്കെ നമ്മൾ കൊണ്ട് മുറിവിൽ അനാവശ്യമായിട്ട് ചില പേഷ്യൻസിലെ ബ്ലഡ് കൊടുക്കേണ്ടി പോലും വരാറുള്ളൂ, വളരെ ഫ്രജൈലായിട്ടുള്ള പേഷ്യൻസ്. പൊതുവേ ബാക്ക് ടു നോർമൽ ലൈഫ് എത്ര സമയം കൊണ്ടാണ് ഈ ഒരു സർജറി കഴിഞ്ഞാൽ? ഡിപ്പെൻസ് അപ്പോൺ ഏജ്, അവരുടെ മോട്ടിവേഷനും കൂടാണ്. ഒരു 60-70 വയസ്സിന് മേലെ ഉള്ളവരെ നമ്മളൊരു 3 ആഴ്ച പുറകെ നിൽക്കണം, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത്. വീട്ടിലും ഫിസിയോതെറാപ്പി. ബൈ 3rd വീക്ക് യൂഷ്വലി അവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഒരു വരുമ്പോൾ യങ്സ്റ്റേഴ്സ് നെക്സ്റ്റ് ഡേ അവർ നടക്കും. അടുത്ത മുറി നോക്കാൻ വരുമ്പോൾ ചിലർ കാർ ഓടിച്ചിട്ടാവും വരിക, എസ്പെഷ്യലി മെയിൽസ്. അവർക്ക് മോട്ടിവേറ്റഡ് ആണ്, അവർ കുറച്ച് പുറത്തിറങ്ങണമെന്നുള്ളത്. 2 ആഴ്ച കൊണ്ട് അവർ വണ്ടിയൊക്കെ ഓടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 3 to 6 വീക്സ് പേഷ്യൻ്റ് ഇസ് നോർമൽ ടു ലൈഫ്. പൊതുവെ നടക്കാനൊരു ബുദ്ധിമുട്ടോ അങ്ങനെ വരുമ്പോൾ ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും റോൾ? ഓപ്പറേഷന് മുമ്പ് ബലക്കുറവുള്ള പേഷ്യൻസ് ഉണ്ടാവും, മസിലൊക്കെ വീക്കായിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓപ്പറേഷന് മുമ്പ് തന്നെ ഫിസിയോതെറാപ്പി ചില രീതിയിൽ വീട്ടിൽ ചെയ്യാവുന്നതല്ലാത്ത സ്റ്റാർട്ട് ചെയ്യും. മസിലിന് ബലം വെക്കാനുള്ള മരുന്നുകൾ തുടങ്ങും, കാൽഷ്യം, വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പേഷ്യൻ്റെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും, കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്തോളൂ. ദെൻ ഫിസിയോതെറാപ്പി നെക്സ്റ്റ് ഡേ, ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ വീൽ സ്റ്റാർട്ട്. നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻ്റ് നടത്തും. പെയിൻ ഉണ്ടാവില്ല? പെയിൻ കൺട്രോൾ ഉണ്ടാവും. പെയിൻ മൊഡാലിറ്റീസ് നമ്മുടെ അനസ്തീഷ്യ ടീമുമായിട്ട് പെയിൻ കൺട്രോൾ ഉണ്ടാവും. എപ്പിഡ്യൂറൽ അനാൽജസിയ പോവും, പാച്ചസ് ഉണ്ടാവും. ആദ്യത്തെ 3 ദിവസമാണ് പെയിൻ വരിക, ബ്രേക്ക് ത്രൂ പെയിൻ എന്ന് പറയും. ഫസ്റ്റ് 72 hours നമ്മൾ പെയിൻ കൺട്രോൾ ചെയ്താൽ പേഷ്യൻസ് ആ ഹാപ്പി. 90% ഓഫ് ദ പേഷ്യൻസും അവർക്ക് സഹിക്കാവുന്ന വേദനയായിട്ടുള്ള നല്ല മെമ്മറീസുമായിട്ടാണ് പോകുന്നത്. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് വരാറുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടാവും. ചിലർക്ക് ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടാവും, അതും പറയാൻ ഞാൻ മറന്നു. നടുവിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓപ്പറേഷന് മുമ്പ് തന്നെ സ്ക്രീൻ ചെയ്ത് രോഗികളോട് പറയും, നിങ്ങൾക്ക് ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇടതുകാലല്ലേ വലതുകാലിനൊരു പെയിൻ ഉണ്ട്,
ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് പിന്നീട് നമ്മൾ ഡീൽ ചെയ്യണം. ചിലർ സമ്മതിക്കുന്നു ഡോക്ടറെ മുട്ടിൻ്റെ ഊരയുടെയും കൂടെ ഒരുമിച്ച് ചെയ്തോളൂ, നടുവിൻ്റെയും കൂടെ. അങ്ങനെ ചെയ്യുന്ന പേഷ്യൻസ് നമുക്കുണ്ട്. കീ ഹോൾ വഴി എൻഡോസ്കോപ്പി വഴി സ്പൈൻ ഇന്ന് ചെയ്യുന്നു, ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുന്നു, പിറ്റേ ദിവസം മുട്ട് രണ്ടും മാറ്റുന്നു. സോ ആസ് എ പാക്കേജ് ഒരാഴ്ച കൊണ്ട് ഒരുമിച്ച് പോകുന്ന പേഷ്യൻസും ഉണ്ട്. അത് കാരണം അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനില്ല, മക്കൾ ചിലപ്പം അതിനായിട്ട് വരുന്നവരായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ആ രീതിയിലുള്ള ടൈലേർഡ് ആയിട്ടുള്ള സർജറികൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു നല്ല വശം. മറ്റ് ഒരു പ്രധാന കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നോർമലി കേരളത്തിൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് കൂടുതലാണ്, BP ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ഇത്തരം സർജറി ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ ഉണ്ടാവാൻ? പറഞ്ഞ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ. ഡയബറ്റിക്സിൽ ഇൻഫെക്ഷൻ്റെ ഒരു പ്രൊഫൈൽ കുറച്ച് കൂടാം. ചിലപ്പോൾ ഏതെങ്കിലും ശരീരത്തിൽ അണുബാധ ഉണ്ടാകും. ഡയബറ്റിസ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നു. HbA1c നമ്മൾ ഓപ്പറേഷന് മുമ്പ് തന്നെ ഒരു അറൗണ്ട് 7 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇന്ന് തീരുമാനിച്ച് നാളെ ചെയ്യലല്ല. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 3 months മുമ്പേ പേഷ്യൻറ്റിനെ കണ്ടു തുടങ്ങും. അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ഫിസിഷ്യൻ ബാക്കപ്പുകളുണ്ടാവും. എല്ലാം കൺട്രോൾ ചെയ്ത് വരുമ്പോൾ യൂഷ്വലി ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. കാർഡിയാക് പേഷ്യൻസ് ആണ് ഈ ക്ലോപ്പിലോഗ്രൽ അങ്ങനത്തെ ആസ്പിരിൻ ഗുളികൾ നിർത്തണമെന്നുള്ളതല്ലാണ്ട് മയക്കിയിട്ടല്ല ചെയ്യുന്നത് കൊണ്ട് കാല് മാത്രം ധരിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഒരു കുഴപ്പം ഉണ്ടാകാറില്ല. നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യലാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി എത്രത്തോളം കാലം കിട്ടും? ചിലർ ഗ്യാരണ്ടി എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ശരിക്കും അതാണ്. അപ്പം അതിൻ്റെ ഹൗ വെൽ യു ഡു ഇറ്റ്, മനസ്സിലായില്ലേ? നമ്മളൊരു വീടിൻ്റെ അടിത്തറ എത്ര നന്നായിട്ട് ഇടുന്നു അതനുസരിച്ചാണ് ആ വീട് കാലാകാലം നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹൗ നമ്മുടെ അലൈൻമെൻറ്റ്, നമ്മുടെ പൊസിഷനിങ്, സർജറി, ഹൗ വെൽ ഇറ്റ് ഇസ് ഡൺ, യൂഷ്വലി അത് ലൈഫ് ടൈമാണ്. നമ്മളൊരു 50 വയസ്സിൽ ചെയ്താൽ 25 വർഷം പേഷ്യൻ്റെ ലൈഫ് ടൈം. 70 വയസ്സാകുമ്പോൾ പേഷ്യൻ്റ് യൂഷ്വലി സ്ലോ ഡൗൺ ആവും. എന്നാലും ആ മുട്ടിന് ഇൻഫെക്ഷൻ വന്നില്ല, ഇറ്റ് ഇസ് എ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഇപ്പം നമുക്ക് പറയാം. പണ്ടൊക്കെ 10 വർഷം 15 വർഷം എന്നൊക്കെ പറയാറുണ്ട്. അതൊരു കുറച്ചുകൂടെ നമ്മൾ ക്രൂഡായിട്ട് ചെയ്തിരുന്നൊരു കാലഘട്ടത്തിലായിരിക്കാം, ഒരു 10-20 വർഷം മുമ്പ്. ബട്ട് നൗ ആസ് ഓഫ് നൗ ഒരു 25 years പ്ലസ് ഇംപ്ലാൻറ്റിൻ്റെ ക്വാളിറ്റി, ടൈറ്റാനിയം ഇംപ്ലാന്റ്, ഇതൊക്കെ സിർക്കോണിയം അങ്ങനത്തെ സംഭവങ്ങളാണ്, മനസ്സിലായില്ലേ? അങ്ങനത്തെ സാധനങ്ങളാണ് ചില നീസിൽ നമ്മൾ ഇടുന്നത്. സോ സെറാമിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് തേയ്മാനം വരുന്നില്ല കമ്പോണൻസ്. സോ അത് ലൈഫ് ലോങ് കിടക്കും. ഇൻഫെക്ഷൻ വരാതെയും വീണ് എല്ല് ചുറ്റുപാടും പൊട്ടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടും. ഓൾമോസ്റ്റ് 20 years 25 years പ്ലസ് കിട്ടാറുണ്ട്. അത് പഴയ പോലെ ഇപ്പം നമ്മളൊരു സർജറിയിലൂടെ ഘടിപ്പിച്ചതാണ്, പഴയ പോലെ ഓടപ്പം അങ്ങനത്തെ സ്പോർട്സ് ഇതിലൊക്കെ വരുന്ന ആള് അതൊക്കെ ചെയ്യാൻ പറ്റും. സ്പോർട്സ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നോർമൽ ഫിറ്റ്നസ്സിനുള്ള ഇപ്പോൾ ഒരു എബോവ് 50 അല്ല 60 yearsലാണ് നമ്മൾ ചെയ്യുന്നത്. ആരും ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്രായമോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന വൺസ് ഇൻ എ വൈൽ സാധാരണ രീതിയിലുള്ള നോർമൽ എക്സസൈസ് അവൻ്റെ ലൈഫ് ടൈം കാര്യങ്ങൾ. ഇപ്പോൾ കാർഡിയാക് പേഷ്യൻ്റ് ആയിരിക്കും, ഡയബറ്റിക് ആയിരിക്കും, ദിവസം 40 minutes നടക്കണം, ജിമ്മിൽ പോകണം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ അറബികൾ വരുന്നത് അവർ സാധാ പോലെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഹൈ ഫ്ലെക്ഷൻ നീ എന്ന് പറഞ്ഞാൽ അവർക്കായിട്ടുള്ള ടൈലേർഡ് ആയിട്ടുള്ള ഇംപ്ലാൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിസ്കരിക്കണം, തറയിലിരിക്കണം. അപ്പോൾ ഓരോരുത്തരുടെ കൾച്ചർ അനുസരിച്ചുള്ള ഇംപ്ലാൻസുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഹൈ ഫ്ലെക്ഷൻ നീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കണമായിരിക്കാം, ചമ്രം പടഞ്ഞിരിക്കാം, ഗോൾഫ് കളിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? ഹോഴ്സ് റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അറബികളാകുമ്പോൾ അവരുടെ നീഡ്സ് വേറെ ലെവലാണ്. സോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊന്ന് വിട്ടു നിൽക്കണം. ഇപ്പം പറഞ്ഞാൽ ദൈവം തന്ന പോലെ ഒരു സാധനം നമുക്ക് മനുഷ്യനൊരിക്കലും തിരിച്ചു വെക്കാൻ പറ്റില്ല. ബട്ട് ഒരു 90% ഒരു ലൈഫ് സ്റ്റൈലും മാനേജ് ചെയ്യാവുന്ന ലെവലിൽ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ഇപ്പം ഇത്ര കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് റോബോട്ടിക് സർജറി അല്ലെങ്കിൽ ഇത്തരം ഒരു സർജറിയിലേക്ക് പോയ ഒരാൾ ഫ്യൂച്ചറിൽ ശ്രദ്ധിക്കേണ്ട ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഡോക്ടർക്ക് എന്താണ് ലാസ്റ്റിൽ പറയാൻ? അവരെന്താണ് ശ്രദ്ധിക്കുക? യൂഷ്വലി നമ്മളൊരു ആദ്യത്തെ 3 മാസമാണ് റെഗുലർ ഫോളോ അപ്പ്. പിന്നെ പേഷ്യൻസിനെ കാണാറേ ഇല്ല. അവർക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ ഡോക്ടറെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പ് എൻ്റെ മുട്ട് മാറ്റി വെച്ചാണ് എന്ന് പറഞ്ഞ് വരുന്നതല്ലാണ്ട് ദേ ആർ ആസ് നോർമൽ ഫോളോ അപ്പ് ഇല്ല, ആവശ്യമില്ല. പിന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള കാര്യം ആദ്യം തന്നെ നമ്മൾ പറയുന്നത് കൊണ്ട് 80% ഓഫ് ദ രോഗികൾ അതിനെപ്പറ്റി അവെയറാണ്. കാരണം ഒരു പല്ല് പറിക്കാൻ പോയാലും മുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അതിനുള്ളൊരു ആൻറ്റിബയോട്ടിക് പ്രീ ആൻറ്റിബയോട്ടിക് കോഴ്സുകൾ എടുക്കാൻ പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ അപ്പം തന്നെ അതെല്ലാം അവർക്ക് അറിയാമെങ്കിൽ യൂഷ്വലി ഇതിനകത്ത് പിന്നെ റെഗുലർ ഫോളോ അപ്പിൻ്റെ ആവശ്യം വരാറില്ല. ഫസ്റ്റ് 6 months to 1 year കഴിഞ്ഞാൽ നമ്മൾ രോഗികളെ കാണേണ്ട ആവശ്യം വരാറില്ല. അവർ വരാറുമില്ല. ചിലപ്പോൾ അവരുടെ ഉമ്മാനെ ആയിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് സർജറിക്ക് വരുമ്പോഴാണ് ഡോക്ടറെ എൻ്റെ മുട്ട് പണ്ട് മാറ്റിയതാണ്. അതാണ് അവരുടെ യൂഷ്വൽ റെസ്പോൺസ്. അല്ലാണ്ട് ഒരു കോംപ്ലിക്കേഷൻസ് യൂഷ്വലി വരാറില്ല. ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ഏജ് ആയി വരുമ്പോഴാണ് ഇതെന്ന് പറഞ്ഞ് ചില കേസുകളിൽ ചെറുപ്പക്കാരിലോ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരിലോ എന്തെങ്കിലും സംഭവിക്കുക അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 45 വയസ്സുള്ള പേഷ്യൻസിന് നമ്മൾ മുട്ട് മാറ്റി വെക്കുന്നുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം,
മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് നേരത്തെ തന്നെ തേഞ്ഞു പോകും ഇത്. അപ്പോൾ മുട്ട് അവർ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ പഴയ പോലെ പ്രായത്തിനൊരു ബാർ നമ്മൾ കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നന്നായിട്ട് ജീവിക്കണം എന്ന് രോഗി തീരുമാനിച്ചാൽ അബ്സല്യൂട്ട്ലി അതിനൊരു തടസ്സമില്ല. മുട്ട് മാറ്റി വെക്കേണ്ട സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ മാറ്റാം. അതിനാണ് ഞാൻ പറഞ്ഞത് ഇംപ്ലാന്റ് നമുക്കിപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സെറാമിക്കിന് ഇട്ട് കഴിഞ്ഞാൽ വില കൂടുതലാണ്, ഡെഫിനറ്റ്ലി അതിന് 4 ലക്ഷം രൂപയുടെ മേലെ ഇംപ്ലാന്റിന് തന്നെ വിലയുണ്ട്. ബട്ട് അത് തേയയില്ല, പേഷ്യൻറ്റിൽ കിടന്നോളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഞാൻ നന്നായിട്ട് ജീവിക്കണം അല്ലെ ജീവിക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സർജറി ഒരു തടസ്സമേ അല്ല. അപ്പോൾ സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇംപ്ലാന്റിൽ തന്നെ പല മോഡുണ്ടെന്ന്. അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ ഇങ്ങനെ ഒരു സർജറി? അപ്പോൾ അത് പറയുമ്പോഴാണ് ഇപ്പോൾ 80% പോപ്പുലേഷനും ഇൻഷുറൻസ് അവെയറാണ്. ചിലപ്പം മക്കളുടെ ഇൻഷുറൻസ് ഉണ്ടാവും, അവർ തന്നെ ഇൻഷുറൻസുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു 3 years ഇൻഷുറൻസ് ബാക്കപ്പ് ചെയ്യുമ്പോൾ കൊണ്ട് എല്ലാ കമ്പനികളും മുട്ടുമാറ്റിവെക്കലിന് ഇപ്പം ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. റോബോട്ടിക്കിനും ഇല്ല, റോബോട്ടിക് ഇപ്പോൾ എൻപാനൽ ചെയ്ത് വരുന്നുള്ളൂ. എന്നാലും ആ റോബോട്ടിക്കിൻ്റെ കാശ് നമ്മൾ എക്സ്ട്രാ വരുന്നൊരു 45,000 അല്ലെ 35,000 ആണ് എക്സ്ട്രാ വരുന്നതെന്ന് കൂട്ടിക്കോളൂ ഒരു കാലം. അത് പേഷ്യൻസ് പേ ചെയ്യാൻ റെഡിയാണ്, ബാക്കി റോബോട്ട് വഴി കിട്ടുന്നുണ്ട്. അല്ലാതുള്ളവർ, അതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ എന്തായാലും നമ്മൾ പ്രായമാവും, ലൈഫ് സ്പാൻ കൂടി വരുന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ നമുക്കായിട്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഡെഫിനറ്റ്ലി ഇനിയുള്ള കാലത്ത് നിർബന്ധമാണ്. കാരണം അത് നമ്മുടെ മലപ്പുറം ഏരിയയിൽ അത് കുറച്ച് കുറവാണെങ്കിൽ ഇപ്പം എവറിബഡി ഈസ് ഗെറ്റിംഗ് അവെയർ. അപ്പം നമ്മുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫാണല്ലേ. സ്വന്തമായിട്ടൊരു ആവശ്യമായിട്ട് നമ്മുടെ ബാത്റൂമിൽ പോകാൻ ഒരാളുടെ സഹായം വേണ്ടി വരാതെ ജീവിക്കുക, മരണം വരെ നമ്മുടെ കാലിൽ സ്വന്തമായിട്ട് ജീവിക്കുക. അതാണ് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. കാരണം മക്കൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പഴയ പോലത്തെ ഒരു കോമ്പൗണ്ട് ഫാമിലി അല്ല ഇപ്പം, മാതാപിതാക്കൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു കാലം. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആകുക, പേരൻസിനെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാൻ നമ്മുടെ മക്കൾ ശ്രമിക്കുക. സോ മെഡിക്കൽ രംഗം ആ ലെവൽ വരെ വളർന്നു. സോ കാരണം ഏത് ലെവലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ദൈവാനുഗ്രഹം ഈ കോട്ടക്കൽ പോലുള്ളൊരു സിറ്റിയിൽ ഉണ്ട്, ഇല്ലേ? ശരിയല്ലേ? എല്ലാ ചെറിയ സെൻറ്റേഴ്സിലുകളും ഇതെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ആരോടെങ്കിലും വഴി ചോദിച്ചപ്പോൾ കല്യാണത്തിന് പോകാറുണ്ടോ? ഗൂഗിൾ മാപ്പ് ഇല്ലേ? അവിടെ നമ്മൾ സ്പോട്ടിൽ എത്തുകയാണ്. സോ ടെക്നോളജി ഹാസ് ഗ്രോൺ ടു ദാറ്റ് ലെവൽ. നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ? എനിവേ താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച് സോഫിയ. ഓക്കെ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാന്ന് ഈ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് സർജറി വരുമ്പോൾ അതിൻ്റെ കൃത്യതയെക്കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.